കൊല്ലം മേയർ ശ്രീ ഹഫീസാണ് എൻ്റെ കൂടെ ഉള്ളത്. കഴിഞ്ഞ 25 വർഷം ആയി ഈ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നതാണ് കൊല്ലം. അത് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് ഇപ്പോൾ കോർപ്പറേഷനാണ്. ഈ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് ഇപ്പോൾ കോർപ്പറേഷൻ ആയ ശേഷം കോൺഗ്രസ് ഭരണത്തിൽ വന്നില്ല. ആദ്യമായിട്ട് കർമാനൂസിൻ്റെ പേരിൽ ശ്രീ ഹഫീസ് അദ്ദേഹത്തിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷം. അതേപോലെ തന്നെ ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പുതിയതായിട്ട് ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ ശബരിനാഥിനെ മേയറായിട്ട് മുൻനിർത്തുകയും കൊല്ലം ജില്ലയിൽ ശ്രീ ഹഫീസിനെ മേയറാക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ഈ ഇലക്ഷനെ നേരിട്ടതാണ്. ആ ഇലക്ഷന് ഈ കൊല്ലത്ത് അങ്ങ് മേയറായിട്ട് വരികയും ചെയ്തു. ഇതിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നിയോഗം പോലെയാണ് ഞാനൊരു സ്ഥാനാർത്ഥിയായി വന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരാളല്ല. പക്ഷെ പാർട്ടി എന്നെ ഇതിന് നേതൃത്വം കൊടുക്കണം, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് ചുമതലപ്പെടുത്തിയതിനനുസരിച്ചിലാണ് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരരംഗത്ത് വരികയും മത്സരരംഗത്ത് വന്ന് ആ പ്രചരണം ആരംഭിച്ച സമയത്ത് തന്നെ ഈ കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ജയിക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം അതിന് മുമ്പായിട്ട് തന്നെ കുറ്റവിചാരണ യാത്ര എന്ന പേരിൽ ഈ 56 ഡിവിഷനുകളിലും ഞാനും അന്ന് നമ്മുടെ കൊല്ലത്തെ MP-യും NK പ്രേമചന്ദ്രൻ, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് നൗഷാദ് യൂനിസ്, ഞങ്ങൾ 4 പേരുടെയും നേതൃത്വത്തിലാണ് 86 ഡിവിഷനുകളിലും ഈ കുറ്റവിചാരണ യാത്രയുമായി ഈ പ്രദേശങ്ങളിലെല്ലാം കൊല്ലം നഗരസഭയുടെ എല്ലാ മുക്കിലും മൂലയിലും ഞങ്ങൾ പോയിരുന്നു. ജനങ്ങളുമായി സംവാദിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ജനങ്ങളുള്ള ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 25-30 വർഷം 5 വർഷം മുനിസിപ്പാലിറ്റിയും 25 വർഷത്തെ കോർപ്പറേഷൻ ഭരണവും കൊണ്ട് നഗരം നശിച്ച് തകർന്നടിഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു മാറ്റവും വരാൻ കഴിച്ചില്ല. ഒരു കുടിവെള്ളത്തിലായാലും മാലിന്യത്തിലായാലും തെരുവ് നായ ശല്യത്തിലായാലും തെരുവ് വിളക്കിലായാലും പരിഹരിക്കപ്പെടാതെ കിടന്ന ധാരാളം വിഷയങ്ങളുണ്ട്. അത് ജനങ്ങൾ തീർച്ചയായും അതിൽ ഏറ്റവും ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരാരെയൊക്കെ മുൻനിർത്തിയാണോ മത്സരിപ്പിച്ചത്, മേയർ സ്ഥാനാർത്ഥിയായിട്ട് 2-3 പേർ ഉയർത്തി കാണിച്ചിരുന്നു. എല്ലാവരും പരാജയപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അവർ പലരും 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ജനങ്ങൾ UDF ഭരണത്തിൽ വരണം എന്ന് നിശ്ചയത്തോടെ തന്നെയുള്ള തെരഞ്ഞെടുപ്പ് വിധിയായിരുന്നത്. അതുകൊണ്ടാണ് ഇത് ജയിക്കാൻ കഴിയുന്നത്. താങ്കൾ ആദ്യമായിട്ടാണോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അല്ല, ഞാൻ 2015-2020 കാലയളവിലും നഗരത്തിലെ താമരക്കുളം ഡിവിഷനെ പ്രതിനിധീകരിക്കുകയും അന്ന് കൊല്ലം കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നതുമാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കൊല്ലം കളക്ട്രേറ്റ് ജപ്തി ചെയ്തായിരുന്നു. അപ്പം അത്തരമൊരു ജപ്തി ചെയ്ത നടപടി അത് കോർപ്പറേഷൻ അന്ന് മുനിസിപ്പാലിറ്റി ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആ വസ്തു മേടിക്കുക ഇടപാട് കേസുകൾ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എന്താണ് ആ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് പൈസ കൊടുക്കുമോ, അതോ വീണ്ടും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമോ, അതോ സർക്കാരുമായിട്ട് ബന്ധപ്പെടും, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അല്ല, അതിനെക്കുറിച്ച് പെട്ടെന്ന് എനിക്ക് ഉടൻ മറുപടി പറയാൻ കഴിയുന്നില്ല. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു കൊല്ലം ഡെവലപ്മെൻറ്റ് അതോറിറ്റി മുൻകാലങ്ങളിലുണ്ടായ വർഷങ്ങൾക്ക് ഏകദേശം 30 വർഷക്കാലങ്ങൾക്ക് മുമ്പുള്ള 25 വർഷക്കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. 25 അല്ല 30 വർഷക്കാലം മുമ്പ്. അന്ന് ഈ കൊല്ലം ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഭവന വായ്പ എന്ന നിലയിൽ ഭവന നിർമ്മാണ വായ്പ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് വായ്പ എടുത്തവരെ സംബന്ധിച്ചുള്ള വിഷയമാണെന്നാണ് ഞാൻ വാർത്താമാധ്യമങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ പ്രശ്നത്തെ സംബന്ധിച്ച് പൂർണ്ണമായും ഫയൽ പഠിക്കാതെ എനിക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ച് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ ജപ്തി നടപടികളും കളക്ടറിൻ്റെ വിഷയത്തിനെക്കുറിച്ച് ഇനി പഠിക്കണം. ആ ഫയലുകൾ എത്തിയില്ല, അതിനെക്കുറിച്ച് അടുത്ത കാലത്താണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ കൊല്ലം ജില്ലയിലെ ജനങ്ങളോട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ക്രൂരത കാണിക്കുന്നു എന്ന് വേണം എടുത്തു പറയത്തക്ക ഒരു കാര്യം. കൊല്ലം ബീച്ചിന് സമീപത്ത് ഒരു പാർക്കുണ്ട്, മഹാത്മാഗാന്ധി പാർക്ക്. ഈ കോർപ്പറേഷൻ്റെ അധീനയിലാണ് ആ പാർക്ക് വരുന്നത്. പക്ഷെ കൊല്ലം ജില്ലയിലുള്ള ജനങ്ങളും കുട്ടികളും പ്രായമായവരും ആയിക്കോട്ടെ, വിദേശത്തുനിന്ന് ലീവിന് വരുന്നവരായിട്ട് 2 ദിവസവും 2 മാസമോ ഒരാഴ്ചയോ ആയിട്ട് അവർ ബീച്ചിലെത്തുമ്പോൾ ആ പാർക്ക് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനവും വളരെ ആശ്വാസകരമാണ്. പാർക്ക് വേറെയും, ഇവിടെ വി പാർക്ക് എന്ന് പറഞ്ഞ പാർക്കുണ്ട്, ആ പാർക്ക് വേറെയും ബീച്ച് വേറെയുമായിട്ട് നിൽക്കുന്നത് രണ്ടും 2 കൺസെപ്റ്റാണ്. ഈ ഒരുമിച്ച് ഈ ബീച്ചിനോട് ചേർന്നൊരു പാർക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അത്
കഴിഞ്ഞ ഈ 30 വർഷത്തെ ഭരണത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് കോർപ്പറേഷൻ്റെ അനാസ്ഥയെന്ന് തന്നെയാണ് പറയാം. അതിനെക്കുറിച്ച് സാറിൻ്റെ ഫയൽ അതെന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ നിലപാട്? അതായത് ഞാൻ ഈ കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം ബന്ധപ്പെട്ടൊരു വിഷയമാണിത്. ഈ കൊല്ലം നഗരത്തിലെ ഏറ്റവും ശരിക്കും ഒരു ഐക്കോണാണ് ഈ കൊല്ലം ബീച്ച്, കുശലാമൂട് ബീച്ചും MG പാർക്കും, നമ്മളിപ്പം തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ ചിന്നക്കടയിലെ മണിമേടയും ഒക്കെ കാണുന്നത് പോലെ കൊല്ലത്തിൻ്റെ ഐക്കോണായി കണ്ടുകൊണ്ടിരുന്നതാണ് കൊച്ചുലാമൂട് ബീച്ചും MG പാർക്കൊക്കെ. അവിടെ അവസാനം പാമ്പ് കയറി ആളുകൾ കയറി നിന്നാൽ പോലും കാണാൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ കാട് കയറിയതിന് ശേഷം ഞാൻ വന്ന് പരിശോധിച്ചപ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചത് ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിൽക്കുന്നതിനാൽ തുറക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേയും അപ്പം നിലവിലില്ല. സ്റ്റേ ഒക്കെ വെക്കേറ്റ് ചെയ്ത് കിടക്കുന്ന സന്ദർഭത്തിൽ പോലും അവരത് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. 1.5 വർഷമല്ല, ഈ 1.5-2 വർഷമായാലും ഞങ്ങളുടെ മാധ്യമം കർമ്മ ന്യൂസ് 1-2 തവണ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി, ജനങ്ങളിൽ എത്തിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഏതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിക്കും വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അവരുടെ അപ്പീലൊക്കെ തള്ളിയതിന് ശേഷം നമുക്കത് ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. ആരും ശ്രദ്ധിച്ചിരുന്നില്ല. 2-2.5 വർഷക്കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിനകം മുഴുവൻ പാമ്പും കയറി മനുഷ്യന് കയറാൻ കഴിയാത്തത് കണ്ണെത്താ ദൂരത്ത് കാട് കയറി കിടക്കുകയായിരുന്നു. ഞാനത് 3 ദിവസക്കാലം കൊണ്ട് ഏകദേശം 50-ൽ പരം ജീവനക്കാരെ ഇവിടുന്ന് അവിടെ പറഞ്ഞു വിട്ട് ചെത്തി മിനുക്കി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. അവിടെയുള്ള ഇലക്ട്രിക് ലൈൻ മുഴുവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആളുകൾ. അവിടെയുള്ള മുഴുവൻ സാധനങ്ങളും പലതരത്തിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അത് ഏകദേശം 10-50 ലക്ഷം രൂപ വേണം ഇതൊന്ന് ശരിയാക്കി പഴയ രീതിയിലേക്ക് എടുത്തു മാറ്റാൻ. റൈഡിനിപ്പോൾ തൽക്കാലം ചെയ്യാൻ പോകുന്നില്ല. അടിയന്തരമായ പ്രാധാന്യത്തോട് ചെയ്യുന്നത് കഴിയുമെങ്കിൽ ഈ മധ്യവേനൽ അവധിക്കാണ് കുട്ടികൾ ധാരാളം ഈ ജില്ലയുടെ പല ഭാഗത്തു നിന്ന് എത്തുന്നതാണ്. കാരണം ഈ 67-ൽ ആരംഭിച്ച ഒരു ഡോക്ടർ സക്കീർ ഹുസൈൻ വന്ന് ഉദ്ഘാടനം ചെയ്തൊരു പാർക്കാണത്. ആ പാർക്ക് കൊല്ലം ജില്ലയുടെ പല ഭാഗത്തു നിന്നെത്തുന്ന പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിൽ നിന്നെല്ലാം നഗരം കാണാൻ ആദ്യം വരുന്നൊരു സ്ഥലമാണ് കൊച്ചിലാമൂട് ബീച്ച്. കാറ്റ് കൊള്ളാനും അതിനോടൊപ്പം കൊച്ചു കുട്ടികളെ ഈ പാർക്കിനകത്ത് ഉല്ലസിക്കാനും ഒക്കെ വിടുമായിരുന്നു. അപ്പം അത് ഈ മധ്യവേനൽ അവധിക്ക് തന്നെ എങ്ങനെയെങ്കിലും അധികം കഴിയുന്നത്ര കുറഞ്ഞ ചെലവിൽ പാർക്ക് ആരംഭിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും താങ്കൾ ഇപ്പോൾ ഇവിടുത്തെ കൊല്ലം ജില്ലക്കാർക്ക് തങ്കപ്പൻ വക്കീൽ, കരിമാലിൽ സുകുമാരൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാക്കന്മാർ ഇവിടെ ചെയർമാൻമാരായിട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അന്നാണ് ഈ വികസനം നടന്നത്. കൊല്ലക്കാർക്കെല്ലാം കാണാപ്പാടമാണ്. അതിനുശേഷം 30 വർഷങ്ങൾക്ക് ശേഷം അതിശയമെന്ന് പറയട്ടെ, ഇത് ഏകാധിപത്യം പോലെ ഇരുന്ന ഒരു കൊല്ലത്തെ കോർപ്പറേഷൻ ഇപ്പോൾ തിരിച്ച് കോൺഗ്രസ് UDFിൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കൊല്ലം ജനതയ്ക്കുള്ള മനസ്സിലുള്ള സന്തോഷം, അവർ വിഷമിച്ചിരുന്നിടത്തു നിന്ന് മാറ്റം ഉണ്ടാകുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് താങ്കളുടെ ഈ സംവിധാനം, ഈ മേയറും അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം പ്രവർത്തിക്കും. തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷ, കാരണം ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് വളരെ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അതാണ് എൻ്റെ മാനസിക ഭയം തന്നെ. കൊല്ലം നഗരത്തിലെ ജനങ്ങൾ വളരെ കൂടുതൽ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകും. കൊല്ലം നഗരത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. ആ കാണത്തക്ക വിധമല്ല, കാണാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നഗരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ മാത്രമല്ല, ഈ 56 കൗൺസിലർമാരും അക്കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ BJP ആയാലും ശരി, CPM ആയാലും ശരി, CPI ആയാലും ശരി, മുസ്ലിം ലീഗ് ആയാലും RSP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവരെയും കൂടെ ഒരുമിച്ച് കോർത്തിണക്കി കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കൊല്ലം കോർപ്പറേഷൻ്റെ ബഡ്ജറ്റിൻ്റെ തിരക്കിലാണ് ശ്രീ മേയർ ഹഫീസ്. അദ്ദേഹം കർമ്മ ന്യൂസുമായിട്ട് വളരെ തിരക്കുള്ള സമയത്ത് അല്പസമയം നമ്മളോടൊപ്പം സഹകരിക്കുകയും അത്യാവശ്യമുള്ള കാര്യങ്ങളും കൊല്ലം ജനതയ്ക്ക് വേണ്ട കാര്യം നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ്. ഈ സമയം ഞങ്ങളോട് സഹകരിച്ച കൊല്ലം മേയറായ ശ്രീ ഹഫീസിന് ഞങ്ങളുടെ നന്ദി വീണ്ടും പറയുന്നു. നമസ്കാരം.